Good morning, students. So, we are discussing with our chapter 5, A Beautiful Country. Last class, we have started this lesson and we learned hills, mountains, and plains. Today, we are going to discuss a few more landforms. Okay, so we are going to the topic. So, first, we are going to learn about plateaus. So, what are plateaus? A high land with a steep sides and a flat top is called a plateau. അപ്പം പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ വേറൊരു ലാൻഡ് ഫോമാണ്. എന്ന് പറഞ്ഞാൽ ഹില്ല് പോലെ തന്നെ ഇച്ചിരി ഹൈ ലാൻഡാണ്. നമ്മുടെ ലെവൽ ലാൻഡിൽ നിന്ന് നമ്മുടെ പ്ലെയിൻ ഏരിയയിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ സൈഡ്സൊക്കെ എന്താണ്, ഇങ്ങനെ സ്റ്റീപ്പാണ്, കുത്തനെയുള്ള ചരിവ് പോലുണ്ട്. ആൻഡ് ഫ്ലാറ്റ് ടോപ്പ്, മണ്ടയ്ക്ക് എന്താ ഒരു ഫ്ലാറ്റ് ടോപ്പ് കാണും. അതിനെയാണ് എന്തോ പറയുന്നത്, പ്ലേറ്റോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ പിക്ചറിനകത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ആ സൈഡിൽ കാണാം സത്തേൺ പ്ലേറ്റോ എന്നും പറഞ്ഞു അവിടെ കാണുന്നത്. അപ്പം ഉയർന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ സൈഡ്സൊക്കെ എന്താണ്, സ്റ്റീപ്പാണ്, കുത്തനെയാണ്. അത് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റ് ഏരിയ ആണ്. അതിനെയാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. മലയാളത്തിൽ പീഠഭൂമി എന്നൊക്കെ പറയും. സോ പ്ലേറ്റോസ് എന്താണ്, എ ഹൈ ലാൻഡ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആൻഡ് എ ഫ്ലാറ്റ് ടോപ്പ് ഈസ് കോൾഡ് പ്ലേറ്റോ. ദ സത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് എ പ്ലേറ്റോ. നമ്മുടെ സത്തേൺ പാർട്ട് നോക്കിയാണ്, ഇന്ത്യയിലെ സത്തേൺ പാർട്ടിൽ ഒരു പ്ലേറ്റോ ഉണ്ട്. ദാറ്റ് പ്ലേറ്റോ, ദ സത്തേൺ പ്ലേറ്റോ ഈസ് കോൾഡ് ഡെക്കാൻ പ്ലേറ്റോ. ആ സത്തേൺ സൈഡിലുള്ള പ്ലേറ്റോയ്ക്ക് പറയുന്ന പേരെന്താണ്, ഡെക്കാൻ പ്ലേറ്റോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സത്തേൺ സൈഡിൽ ഒരു പ്ലേറ്റോ ഉണ്ട്. ആൻഡ് ദാറ്റ് പ്ലേറ്റോ ഈസ് കോൾഡ് ദ ഡെക്കാൻ പ്ലേറ്റോ. ഇറ്റ് കവേഴ്സ് ദ ലാർജ് ഏരിയ ഓഫ് കൺട്രി. അതായത് നമ്മുടെ കൺട്രിയുടെ ഒരു ലാർജ് ഏരിയയും ഈ ഡെക്കാൻ പ്ലേറ്റോയിലാണ്. അപ്പം so large area of India is covered by this Deccan Plateau. Okay, the region is surrounded by hill ranges on three sides. ഇനി ഈ റീജിയൻ, നമ്മുടെ ഈ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 സൈഡ്സിലും എന്താണ്, ഹില്ലാണ്. ദി റീജിയൻ ഈസ് സറൗണ്ടഡ് ബൈ ഹിൽ റേഞ്ചസ് ഓൺ 3 സൈഡ്സ്. അതിൻ്റെ 3 സൈഡിലും ഹിൽസാണ്. ഇറ്റ് ഹാസ് ആൻ അൺഈവൻ സർഫസ്. അൺഈവൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഒരു സർഫസ് അല്ല, പൊങ്ങിയും താണും ഒക്കെ ഇങ്ങനെ കിടക്കുക, അൺഈവനായിട്ടാണ് കിടക്കുന്നത്, ഒരുപോലെ അല്ല അതിൻ്റെ സർഫസ്. അപ്പം ഈ ഡെക്കാൻ പ്ലേറ്റോയിൽ 4 സൈഡിലും എന്താണ്, ഹിൽ റേഞ്ചസ് ഉണ്ട്. ദ റീജിയൻ ഈസ് സറൗണ്ടഡ് ബൈ ഹിൽസ് റേഞ്ചസ് ഓൺ 3 സൈഡ്സ്. പിന്നെ എൻ്റെ സർഫസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അൺഈവൻ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അൺഈവൻ എന്ന് പറഞ്ഞാൽ ഒരുപോലെ പ്ലെയിനായിട്ട് കിടക്കുമല്ല, പിന്നെ ചിലയിടത്ത് പൊങ്ങി കിടക്കും, ചിലയിടത്ത് താണു കിടക്കും. അങ്ങനെയാണ് ഈ ഡെക്കാൻ പ്ലേറ്റോ കിടക്കുന്നത്. ദ ലാൻഡ് ഈസ് ഹാർഡ് ആൻഡ് റോക്കി. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, കല്ലും പാറയൊക്കെ ആയിട്ട് ഉറച്ച സ്ഥലമാണ്, ഭയങ്കര പാറകളും ഒക്കെയാണ്. ഇറ്റ് ഈസ് ലെസ് ഫെർട്ടൈൽ ദാൻ ദ പ്ലെയിൻസ്. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യാൻ കൾട്ടിവേഷൻ നല്ലതായിരുന്നല്ലേ. പക്ഷേ ഈ പ്ലേറ്റോ അങ്ങനെയാണ്, റോക്കൊക്കെയാണ്, അതുകൊണ്ട് ലെസ് ഫെർട്ടൈലാണ്, വളമൊന്നും അധികം ഇല്ലാത്ത സ്ഥലമാണ് ഈ പ്ലേറ്റോസ്. ദർ ആർ മെനി റിവേഴ്സ് ഇൻ ദി ഡെക്കാൻ പ്ലേറ്റോ. ദേ ഡിപ്പെൻഡ് ഓൺ ദ റെയിൻ ഫോർ വാട്ടർ. അപ്പം ഈ ഡെക്കാൻ പ്ലേറ്റോയിൽ കുറേ റിവേഴ്സൊക്കെ ഉണ്ട്. ഇനി ഈ റിവേഴ്സിൽ വെള്ളം കിട്ടണമെങ്കിൽ അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മഴ പെയ്ത് അതിൽ നിന്നുള്ള വെള്ളമാണ് ഈ റെയിൻ വാട്ടറിലൊക്കെ. സം പാർട്സ് ഓഫ് ദ പ്ലേറ്റോ ആർ കവേർഡ് വിത്ത് തിക്ക് ഫോറസ്റ്റ്. ഇനി ഈ പ്ലേറ്റോയുടെ കുറച്ച് പോർഷനൊക്കെ ഭയങ്കര തിക്ക് ഫോറസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോയുടെ പ്രത്യേകത എന്താണ്, സത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് ലാർജസ്റ്റ് ഏരിയ കവർ ചെയ്യും നമ്മുടെ ഇന്ത്യയുടെ. ഇനി അതിൻ്റെ 3 സൈഡ്സിലും ഹിൽ റേഞ്ചസ് ഉണ്ട്. അതിൻ്റെ സർഫസ് എന്താണ്, അൺഈവനാണ്, ഒരുപോലല്ല. ലാൻഡ് എങ്ങനത്തെയാണ്, ഹാർഡ് ആൻഡ് റോക്കിയാണ്. അതുകൊണ്ട് അവിടെ എന്താണ്, ലെസ് ഫെർട്ടൈലാണെന്ന് പറയുന്നുണ്ട്. പ്ലെയിൻസിനെക്കാട്ടിൽ ലെസ് ഫെർട്ടൈലാണ്, അതായത് അധികം പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ഗ്രോ ചെയ്യാതെ ഫെർട്ടിലിറ്റി കുറഞ്ഞ മണ്ണാണ്. ദർ ആർ മെനി റിവേഴ്സ്. അവിടെ കുറേ റിവേഴ്സ് ഉണ്ട്. ഇനി ഈ റിവേഴ്സിൽ വെള്ളം കിട്ടണമെങ്കിൽ അത് ഡിപ്പെൻഡ് ഓൺ റെയിൻ. ആൻഡ് സം പാർട്സ് ഓഫ് പ്ലേറ്റോ ആർ കവേർഡ് വിത്ത്. എന്നാൽ ചില ഭാഗങ്ങളിൽ ഈ ഡെക്കാൻ പ്ലേറ്റോയിൽ എന്തോ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. അപ്പം അത്രയും മനസ്സിലായില്ല, പ്ലേറ്റോ പിന്നെ നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ സത്തേൺ ഇന്ത്യയിൽ. ഇനി ദ സത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ ബോഡീസ് ഓൺ 3 സൈഡ്സ്. ഇന്ത്യയുടെ മാപ്പ് നോക്കുമ്പം ഏറ്റവും താഴെ പോർഷൻ നമുക്കറിയാം, അവിടെ ആണെങ്കിൽ 3 സൈഡ്സ്, ലെഫ്റ്റും റൈറ്റും ബോട്ടം സൈഡും വരും. അവിടെ നമ്മൾ നേരത്തെ 3 ഓഷ്യനൊക്കെ പഠിച്ചില്ലായിരുന്നോ, അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ, അങ്ങനെ 3 ഓഷ്യൻ പഠിച്ചില്ലേ. അങ്ങനെ ഇന്ത്യയുടെ സത്തേൺ പാർട്ട് 3 സൈഡ്സിൽ എന്താണ്, വാട്ടറാണ്, വാട്ടർ കൊണ്ട്. അങ്ങനെ ഒരു ലാൻഡിൽ 3 സൈഡ്സിൽ വാട്ടർ ആണെങ്കിൽ ആ ലാൻഡിന് പറയുന്ന പേരാണ് പെനിൻസുല. എന്താ പറയുന്നത്, പെനിൻസുല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പെനിൻസുല, എ ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ബോഡീസ് ഓൺ 3 സൈഡ്സ് ഈസ് കോൾഡ് എ
peninsula. So what is peninsula? A land surrounded by water bodies on 3 sides is called a peninsula. ഒരു ലാൻഡിൻ്റെ 3 സൈഡ്സിൽ വാട്ടർ കവർ ചെയ്ത് വരുവാണെങ്കിൽ ആ ലാൻഡിനെ നമുക്ക് എന്ത് വിളിക്കാം? പെനിൻസുല എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? പ്ലേറ്റോ ഉണ്ട്, സതേൺ പ്ലേറ്റോയ്ക്ക് ഡെക്കാൻ പ്ലേറ്റോ പറയും. പിന്നെ ഇന്ത്യയുടെ സതേൺ സൈഡ് എന്ന് പറഞ്ഞാൽ 3 സൈഡ്സിൽ എന്താണ്? വാട്ടറാണ്. അങ്ങനെ 3 സൈഡ്സിൽ വാട്ടർ കവർ ചെയ്ത ലാൻഡിനെ നമുക്ക് എന്ത് വിളിക്കാം? പെനിൻസുല എന്ന് വിളിക്കാം. ഓക്കെ. സോ മിസ്സിന് ഡെക്കാൻ പ്ലേറ്റോയുടെ പിക്ചർ കാണിക്കാം. നോക്കി, ഇതാണ് ഡെക്കാൻ പ്ലേറ്റോ. ഉയർന്ന സ്ഥലം കണ്ടോ? പ്ലെയിൻ ഏരിയയിൽ നിന്ന് പൊങ്ങിയുള്ള സ്ഥലം. അവിടെ എന്താണ്? ഒരുപോലല്ല കിടക്കുന്നത് കണ്ടോ? പൊങ്ങിയും താണും ഒക്കെയാണ് അതിൻ്റെ സർഫസ് കിടക്കുന്നത്. അപ്പം ഇതിനെയാണ് ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. ലാർജ് ഏരിയ ഉണ്ട്. ക്ലോസ് വ്യൂ നോക്കുവാണെങ്കിൽ കുറേ പാറകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡെസേർട്ട്. ഇനി നമ്മൾ അടുത്തത് ഡെസേർട്ട്സിലോട്ട് പോവാണ്. ലാൻഡ് ഫോം അടുത്തത് ഡെസേർട്ടാണ്. നിങ്ങൾക്കറിയാം ഡെസേർട്ട് എന്ന് കേൾക്കുമ്പോൾ മരുഭൂമി എന്ന് മനസ്സിൽ വരും അല്ലേ? അവിടെ എന്തായിരിക്കും കൂടുതലായിട്ടുള്ള മരുഭൂമിയിലൊക്കെ? എന്തോ മനസ്സിൽ വരുന്നത്? ക്യാമൽ വരും, സാൻഡ് വരും അല്ലേ? എ ലാർജ് ഏരിയ ഓഫ് ലാൻഡ് കവേർഡ് വിത്ത് സാൻഡ് ഈസ് കോൾഡ് എ ഡെസേർട്ട്. ഇതുപോലെ തന്നെ മണൽ, സാൻഡ് കവർ ചെയ്തിരിക്കുന്ന ലാൻഡാണ് എന്ത്? ഡെസേർട്ട്. സോ എ ലാർജ് ഏരിയ ഓഫ് ലാൻഡ് കവേർഡ് വിത്ത് സാൻഡ് ഈസ് കോൾഡ് എ ഡെസേർട്ട്. ഇനി ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഡെസേർട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ഡെസേർട്ടിനെ ഇന്ത്യൻ ഡെസേർട്ട് എന്നാണ് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ ഡെസേർട്ട്. ഓർ അതർ നെയിം ഈസ് താർ ഡെസേർട്ട്. താർ മരുഭൂമി എന്ന് പറയും, താർ ഡെസേർട്ട്. അപ്പം എവിടെയാണ്? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ ഏതുണ്ട്? വലിയൊരു ഡെസേർട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഇന്ത്യൻ ഡെസേർട്ട് ഓർ താർ ഡെസേർട്ട്. ഇനി ഈ താർ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കൂടുതൽ പോർഷനും കവർ ചെയ്യുന്നുണ്ട്. അതായത് രാജസ്ഥാൻ. ഇറ്റ് കവേഴ്സ് എ ലാർജ് പാർട്ട് ഓഫ് രാജസ്ഥാൻ. അപ്പം ഈ താർ ഡെസേർട്ടിൽ കൂടുതൽ പോർഷനും എവിടെയുണ്ട്? രാജസ്ഥാനിലുണ്ട്. ദിസ് ഏരിയ ഈസ് ഹോട്ട് ആൻഡ് ഡ്രൈ. നമുക്കറിയാം ഡെസേർട്ട് എന്ന് കേൾക്കുമ്പോൾ അവിടെ മഴയൊക്കെ കുറവാണ്. ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യമൊക്കെ മഴ പെയ്യത്തുള്ളൂ. പിന്നെ ഡ്രൈയാണ്, സാൻഡ് ആയതുകൊണ്ട് അവിടെ ഹോട്ട് ആൻഡ് ഡ്രൈ ആയിരിക്കും അവിടുത്തെ ക്ലൈമറ്റ്. ഇനി ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഫാക്ട് വൈസ് കിടപ്പുണ്ട്. ലാർജസ്റ്റ് ഡെസേർട്ട്, ഈ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഡെസേർട്ടാണ് സഹാറ. അത് നോർത്തേൺ ആഫ്രിക്കയിലാണ് കേട്ടോ. ഏറ്റവും ഹോട്ടസ്റ്റ് റീജിയനുമാണ്, നമ്മുടെ വേൾഡിലേക്ക് ഏറ്റവും ഹോട്ടസ്റ്റ് റീജിയനാണ് സഹാറ മരുഭൂമി എന്ന് പറയും. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ സഹാറയാണ്. അത് നോർത്തേൺ ആഫ്രിക്കയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെസേർട്ടാണ് താർ ഡെസേർട്ട് കേട്ടോ. നോർത്ത് വെസ്റ്റേൺ സൈഡിൽ രാജസ്ഥാൻ്റെയൊക്കെ കൂടുതൽ ഏരിയാസും ഏതാണ്? താർ ഡെസേർട്ടിലുണ്ട്. ഇറ്റ് ഗെറ്റ്സ് ലിറ്റിൽ റെയിൻഫോൾ. ഇനി ഈ ഡെസേർട്ടിൻ്റെ വേറൊരു പ്രത്യേകതയാണ് മഴ കുറവായിരിക്കും. എ വെരി ഫ്യൂ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഗ്രോസ് ദെയർ. നമുക്കറിയാം കാക്ടസ് പോലുള്ള വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് മാത്രമേ അവിടെ ഗ്രോ ചെയ്യത്തുള്ളൂ. അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം വെള്ളം കുറവാണ് അവിടെ, റെയിൻഫോൾ കുറവാണ്. അതുകൊണ്ട് പ്ലാന്റ്സ് കുറച്ചേ വളരത്തുള്ളൂ. അപ്പോൾ ഡെസേർട്ട് ഏരിയ മനസ്സിലായല്ലോ. ഇനി താർ ഡെസേർട്ടിൻ്റെ പിക്ചർ നോക്കാം. കണ്ടോ? ലാർജ് ഏരിയയിൽ ഫുള്ള് മണൽ മാത്രം കണ്ടോ. അവിടെ ക്യാമൽസൊക്കെയാണ് കൂടുതലായിട്ട് ട്രാവൽസിനൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് താർ ഡെസേർട്ട്. ഓക്കെ. സോ ലാസ്റ്റ് ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ടു ലേൺ വൺ മോർ ലാൻഡ് ഫോം ആൻഡ് ദാറ്റ് ഈസ് ഐലൻഡ്സ്. ഐലൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ ഐലൻഡ് എന്ന് മീൻ ചെയ്യുന്നത്? എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ ഓൾ സൈഡ്സ് ഈസ് കോൾഡ് ആൻ ഐലൻഡ്. അതായത് 4 സൈഡിലും വാട്ടർ. നമ്മൾ 3 സൈഡ്സ് വാട്ടർ പഠിച്ചായിരുന്നു പെനിൻസുല. ഇത് 4 സൈഡ്സിലും ചുറ്റും മൊത്തം സൈഡ്സിലും എന്താണ്? വാട്ടർ കൊണ്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന ലാൻഡിനെയാണ് ഐലൻഡ് എന്ന് പറയുന്നത്. സോ എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ ഓൾ സൈഡ്സ് ഈസ് കോൾഡ് ആൻ ഐലൻഡ്. ഇനി നമ്മുടെ രാജ്യത്ത് 2 ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ് ഉണ്ട്. ദർ ആർ 2 ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ് ഇൻ അവർ കൺട്രി. വൺ ഈസ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഓൺ ദി ഈസ്റ്റേൺ സൈഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. മാപ്പ് നോക്കണേ, നിങ്ങളുടെ മാപ്പിനകത്തുണ്ട്. ഈസ്റ്റ് സൈഡിലുള്ള ഒരു സീയാണ് ബേ ഓഫ് ബംഗാൾ, ഒരു ഓഷ്യനാണ് ബേ ഓഫ് ബംഗാൾ. ആ ബേ ഓഫ് ബംഗാളിലുള്ള ഒരു ഐലൻഡാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അറേബ്യൻ സീയിലാണ്. അറേബ്യൻ സീ എവിടെയാണ്? വെസ്റ്റേൺ സൈഡിലാണ്. അപ്പോൾ വെസ്റ്റേൺ സൈഡിൽ നമ്മുടെ അറേബ്യൻ സീയിലുള്ള ഒരു ഐലൻഡാണ് ലക്ഷദ്വീപ് ഐലൻഡ്. ഏതാണ്? ലക്ഷദ്വീപ്. നമ്മൾ ലക്ഷദ്വീപും ആൻഡമാനും ഒക്കെ കേട്ടത് യൂണിയൻ ടെറിട്ടറിയുടെ കൂട്ടത്തിലല്ലേ.
അപ്പോൾ ഈ 2 ഐലൻഡ്സാണ് നമ്മുടെ രാജ്യത്തെ 2 ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഏത് ഓഷ്യനിലാണ്? ബേ ഓഫ് ബംഗാൾ. ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ് ഏത് ഓഷ്യനിലാണ്? അറേബ്യൻ സീ, അത് വെസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഐലൻഡ് മനസ്സിലായല്ലോ. എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ ഓൾ സൈഡ്സ് ഈസ് കോൾഡ് ആൻ ഐലൻഡ്. ഇനി 2 ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും ലക്ഷദ്വീപ് ഐലൻഡ്സും. സോ our chapter finishes here. I hope all of you understood this lesson, and you have to read the lessons 2-3 times. Okay, 2-3 പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. മിസ് ഇതിൻ്റെ കൂടെ ന്യൂ വേർഡ്സും ഫില്ലപ്പും തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.